ത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആദ്യാക്ഷരം എഴുതി പോകുന്നു. അതെ അതെ അതെ, വലിയ വേളകളോ കരച്ചിലുകളോ ഒന്നും വളരെ കാണുന്നില്ല. എല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും വലിയൊരു ദിവസമാണല്ലോ. അപ്പം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രായം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഉള്ള കുട്ടികൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. സ്ഥലത്ത് കുട്ടികൾ കരയുന്നൊക്കെ ഉണ്ട്. അത് വളരെ കുറച്ചാ. എൻ്റെ അടുത്ത് വന്നവരൊക്കെ വലിയ ഹാപ്പി ആയിട്ടാ. കരച്ചിലോടെ തന്നെ പേരൻസിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അവർ കരച്ചിൽ മാറുന്നുണ്ട്. കുട്ടികളെ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എഴുത്തിനെത്താൻ വന്നിരുന്നു. ഈ വർഷം വീണ്ടും അവർ ക്ഷണിച്ചപ്പോൾ ഞാൻ എന്തായാലും വരാമെന്ന് വെച്ചു. അങ്ങനെ വന്നു പോവുകയാണ്. അത് രാവിലെ ചാണ്ടിയമ്മൻ MLA ഒക്കെ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേർ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നവരാത്രി ആഘോഷങ്ങൾ അതിവിപുലമായിട്ടാണ് ഈ സരസ്വതി ക്ഷേത്രത്തിൽ ആഘോഷിച്ചു പോയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, അതായത് ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. സാധാരണ ദിവസങ്ങൾ നമുക്കറിയാം നവരാത്രി ആ വാക്കിൽ തന്നെയുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലായ്പ്പോഴും നടക്കാറ്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് 11 ദിവസമായിരുന്നു നവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഇന്നാണ് വിജയദശമി. വിജയദശമിയോടനുബന്ധിച്ചാണ് കുട്ടികൾ വിദ്യാരംഭമൊക്കെ നടത്തുന്നത്. ഇത്തവണത്തെ നവരാത്രി ആഘോഷങ്ങൾ അത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എത്തരത്തിലാണ് ആഘോഷിച്ചതെന്നൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ആഘോഷ പരിപാടികൾ, ദീപാലങ്കാരങ്ങൾ, ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന മേള, അതൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇതിനോടകം തന്നെ വൈറലാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ അതിവിപുലമായിട്ടാണ് ആഘോഷ പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 10 രാത്രികളും അതുപോലെ തന്നെ 11 പകലുകളുമായിരുന്നു ഇത്തവണ നവരാത്രി ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്.